ഇത് നമ്മുടെ ചാലക്കകത്ത് പോകുന്ന ആര്യശാല റോഡിനകത്തുള്ള ഒരു ഗണേഷ് കോസ്മെറ്റിക് ഷോപ്പാണ് കേട്ടോ. ഇവിടെ നിന്നാണ് ഞാൻ എൻ്റെ മിക്ക കോസ്മെറ്റിക് സാധനങ്ങൾ എടുക്കുന്നത്. നമ്മുടെ കഴക്കൂട്ടത്തൊക്കെ ഒരു ചെറിയ കടയാണ് ഉള്ളത്, പക്ഷേ ഇത് നല്ല വലിയ കടയാണ്. ഇവിടെ എനിക്കൊരു 9-ാം തീയതി 10-ാം തീയതി ഒരു ബ്രൈഡൽ വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ കേളറും അനിമേഷൻ മാത്രമേ ഉണ്ടായിരുന്നു. ഞാൻ ക്രിമ്പർ മേടിക്കാൻ വേണ്ടി ഇറങ്ങിയത്. പിന്നെ കുറച്ച് ബ്രൈഡ്സിനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കണമായിരുന്നു. അങ്ങനെ ക്രിമ്പർ എടുത്ത് ഏറ്റവും ചെറുതാണ് എടുത്തത്. പിന്നെ എനിക്കത് യൂസ് അല്ലാതെ ഒരു 1200 രൂപ അടുപ്പിച്ചായി. പിന്നെ ഞാൻ ഒരു ലിസ്റ്റൊക്കെ ഇട്ടിട്ടാണ് പോയത്. അവിടെ പോയി ലിസ്റ്റിലുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് പിന്നെ ഒരു ഫേസ് സ്കാനറുടെ ഒരു ഐ ഷാഡോ പാലറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു, ലിപ്സ്റ്റിക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം എനിക്ക് യൂസ് ചെയ്യാനുള്ള കുറച്ച് സാധനങ്ങളും ബ്രൈഡ്സിനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ടില്ലേ, ഇവിടെ ഇല്ലാത്ത ബ്രാൻഡ് ഒന്നുമില്ല. മിക്ക ബ്രാൻഡുകളും ഇവിടെ ഉണ്ട്. ലാക്മേ ഉണ്ട്, മെബിലൈൻ ഉണ്ട്, ഫേസ് സ്കാനറുടെ ഉണ്ട്, എല്ലാ പ്രോഡക്റ്റും ഇവിടെ ഉണ്ട്. ലോട്ടസ് ഉണ്ട്, മെബിലൈൻ ഉണ്ട്, പിന്നെ നൈക്ക ഉണ്ട്. എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. ഞാൻ എൻ്റെ മിക്ക സാധനങ്ങളും ഇവിടെ നിന്നാണ് എടുക്കാറ്. ഇതൊക്കെ ബ്രാൻഡഡ് ആയിട്ടുള്ള ഫൗണ്ടേഷനാണ്. മിക്ക ബ്യൂട്ടീഷ്യന്മാരും പാർലർ നടത്തുന്നവരൊക്കെ ഇവിടെ നിന്നാണ് സാധനങ്ങളൊന്നും മേടിക്കാറ്. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള കടയാണ്. എത്ര വരെ ചെയ്യാം? അല്ല, എത്ര വരെ കാണും അതിൻ്റെ? മറ്റൊരു നല്ല സാധനം ഈ ചേച്ചിയാണ് എനിക്ക് എല്ലാ സാധനങ്ങളും എടുക്കാൻ എൻ്റെ കൂടെ നിന്നത്. ലിസ്റ്റൊക്കെ ഞാൻ ചേച്ചിയുടെ കൈ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് വെച്ച്. ചേച്ചി ലിസ്റ്റുള്ള സാധനങ്ങളെല്ലാം എനിക്ക് എടുത്ത് തന്നായിരുന്നു. നമുക്കിവിടെ ലിപ്സ്റ്റിക്കും ഫൗണ്ടേഷനും ഒക്കെ എടുക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ ടെസ്റ്റർ ഉണ്ടായിരിക്കും. സാധാരണ ചെറിയ ഷോപ്പുകളിലൊക്കെ ടെസ്റ്റർ കിട്ടാൻ പാടാണ്. നമുക്ക് ടെസ്റ്റർ ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിലോ ഫേസിലോ ജസ്റ്റ് ഒന്ന് സ്വാച്ച് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. ഇങ്ങനത്തെ ഒരു യൂസും കൊണ്ട് ഈ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ അങ്ങനെ അവിടെ നിന്ന് കറങ്ങി തിരിഞ്ഞൊരു 1-2 മണിക്കൂർ ഞാൻ ഇവിടുന്ന് ഓരോ പ്രോഡക്റ്റുകളും നോക്കി സമയം എടുത്ത് സാധനങ്ങൾ എടുക്കുന്നതാണ് എനിക്ക് എപ്പോഴും ഇഷ്ടം. പെട്ടെന്ന് ഓടിപ്പടിച്ച് പോയി സാധനം എടുത്തു കഴിഞ്ഞാൽ ഒന്നും വീട്ടിൽ ചെല്ലുമ്പോൾ തൃപ്തിയാണ്. അയ്യോ അത് മാറിപ്പോയി ഇത് മാറിപ്പോയി എന്നൊരു ടെൻഷനാണ്. അപ്പോൾ ഇവിടെ വന്ന് അടുത്ത ലിപ്സ്റ്റിക് സെക്ഷനിൽ ഇത് മൈഗ്ലാമിൻ്റെ ലിപ്സ്റ്റിക്കൊക്കെ ഉണ്ടായിരുന്നു. സാധാരണ ഇത് ഓൺലൈൻ വഴിയൊക്കെയാണ് മൈഗ്ലാം ഞാൻ കണ്ടിട്ടുള്ളത്, പക്ഷേ ഇവിടെ ഈ പ്രോഡക്റ്റൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ പ്രോഡക്റ്റുകളും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ ചാലക്കകത്ത് ആര്യശാല റോഡ് പോകുന്ന ഈ വഴി, മുമ്പ് ഗണേശായിരുന്നു ഇതിൻ്റെ പേര്. ഇപ്പോൾ ആ ഗണേശർ വേറെ ആർക്കോ ഷോപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഷോപ്പിൻ്റെ പേര് വേറെ എന്തൊക്കെയോ ആണെന്നാണ് പറഞ്ഞത്. എനിക്ക് പേരെന്നുണ്ട്. എന്തായാലും അത് ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ ഇപ്പോഴും ആ ഷോപ്പുള്ളതുകൊണ്ട് കറക്റ്റ് ഞാൻ തിരക്കി പിടിച്ച് അവിടെ തന്നെ പോകാറുണ്ട്. അങ്ങനത്തെ ഇത് മൊത്തം ഒരു 3 ഫ്ലോർ ഉണ്ട് കേട്ടോ. ഫസ്റ്റ് ഫ്ലോറിൽ ഈ സാധനങ്ങളെല്ലാം ആണ്. സെക്കൻഡിൽ പിന്നെ അല്ലാത്ത കുറച്ച് ബ്രൈഡലിനുള്ള നെറ്റിച്ചുട്ടി, ഹിപ്പ് ചെയിൻ, അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് സെക്ഷൻ പിന്നെ ഇതിൻ്റെ തൊട്ട് മുകളിൽ അവിടെ ഈ ചെയർ, പാർലറിൽ യൂസ് ചെയ്യാനുള്ള കുറേ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ മെബിലൈൻ്റെ ഫൗണ്ടേഷനും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ബ്രൈഡിന് വേണ്ടിയിട്ടുള്ള 128 123 ആയിരുന്നു ഷെയ്ഡ്. താഴ്ന്ന സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഞാൻ മുകളിൽ വന്നതാണ്. ഈ ചേച്ചിമാരെല്ലാം എൻ്റെ യൂട്യൂബിൽ ഇൻസ്റ്റയിലൊക്കെ കണ്ട് ഞാൻ എങ്ങനെയാണ് ഇങ്ങനെ ആയത്, ട്രാൻസ്ഫോർമേഷൻ ടിപ്സൊക്കെ ഒന്ന് പറഞ്ഞു തരുമെന്നൊക്കെ ചോദിച്ചാൽ മതി. ചേച്ചി ചാനലിലെല്ലാം ഇട്ടിട്ടുണ്ട്, കണ്ടാൽ മതി. ഈ ചേച്ചിയാണ് എനിക്ക് ഈ മുകളിലെ എല്ലാ സാധനങ്ങളും എടുത്തു തന്നത്. എനിക്ക് ഇതിന് മുന്നേ അറിയാൻ ഒരുപാട് വട്ടം ഞാൻ ഇവിടെ വരുന്നതുകൊണ്ട് എന്നെ കണ്ട നല്ല പരിചയമുണ്ട്, നല്ല സ്നേഹമാണ്. പിന്നെ അവിടുന്ന് സാധനങ്ങളെല്ലാം മേടിച്ചിട്ട് ഞാൻ നേരെ എനിക്ക് വയറ് വിശന്ന് കത്തി അങ്ങനെ നേരെ ഞാൻ പോയത് അവിടെ ഏതോ ഒരു നല്ലൊരു ബേക്കറിയാണ് കേട്ടോ. കണ്ടപ്പം അത്യാവശ്യം കൊള്ളാം, പക്ഷേ കയറിയപ്പോൾ ഫുഡും നല്ല സൂപ്പർ സാധനമായിരുന്നു. അവിടെ ചെന്ന് കയറി ഞാനും മോളുമാണ് പോയത്. അപ്പോൾ അവൾക്ക് ഫുഡൊന്നും വേണ്ട, ഐസ്ക്രീം മാത്രം മതി എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ദോശ കഴിക്കാൻ തോന്നി. അങ്ങനെ ഞാൻ ഒരു നെയ് റോസ്റ്റ് മേടിച്ചതാണ്. ഇവിടുന്ന് ഫുഡെല്ലാം കൊണ്ടുപോവുകയും ചെയ്യുന്നത് ഈ വഴിയാണ് കേട്ടോ. ഇത് ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഈ സംഭവം കൊള്ളാം. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്നപ്പോൾ എൻ്റെ മസാല ദോശ വന്ന് അങ്ങനെ വേറെ ഒന്നും നോക്കിയില്ല, ഫുള്ള് കഴിച്ച്. കുറച്ച് അവൾക്ക് കൊടുത്ത്, അവൾക്ക് ദോശയൊന്നും വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് അവൾക്കും കൊടുത്ത്. പിന്നെ അവൾക്ക് ഞാൻ എക്സ്ട്രാ ഒരു ഫലൂഡയും മേടിച്ചിട്ടുണ്ടായിരുന്നു, എനിക്കൊരു ഫ്രൂട്ട് സലാഡും മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതെല്ലാം വയറ് വീക്ക് അവിടെ നിന്ന് തട്ടിയിട്ട് നേരെ വീണ്ടും കറങ്ങി തിരിഞ്ഞ് വീണ്ടും തെണ്ട ഇറങ്ങി. അപ്പോഴത്തേക്കും നല്ല ഇരുട്ടി. പിന്നെ അങ്ങോട്ട് നടന്ന് പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും ഞാൻ ഒരു
ഒരു ഡിസ്പ്ലേയിൽ കുറേ ജിമുക്കുകളൊക്കെ ഇട്ടേക്കുന്ന ഒരു കട കണ്ട്. കടയുടെ പേര് എനിക്ക് അറിഞ്ഞൂടാ. എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിക്കും, ചേച്ചി ജിമുക്കൊക്കെ എവിടെ നിന്നാണ് മേടിക്കുന്നത്. ഞാൻ ഇങ്ങനെ പ്രത്യേകിച്ച് ഒരു ഷോപ്പിൽ നിന്നല്ല, കാണുമ്പോൾ ഇഷ്ടമുള്ള കണ്ണി കാണുമ്പോഴത്തേക്കും മേടിക്കാറാണ് ചെയ്യുന്നത്. അല്ലാതെ ജിമുക്ക് മേടിക്കാനായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് ഷോപ്പൊന്നുമില്ല. ഓൺലൈൻ മേടിഞ്ഞൊന്നും ജിമുക്കൊന്നും മേടിക്കാറില്ല. ഇവിടെ പോയപ്പോഴത്തേക്കും നല്ല മാല ഉണ്ടായിരുന്നു, ഒരു സിമ്പിൾ മാല. അങ്ങനെ ഒരു മാല മേടിച്ചു. പിന്നെ കുറേ ജിമുക്ക ഉണ്ടായിരുന്നു കേട്ടോ. 2-3 ജിമുക്ക. ഞാൻ ഉദ്ദേശിച്ച വലിയ ടൈപ്പ് ജിമുക്ക ഇല്ല, എനിക്ക് എപ്പോഴും വലിയ ജിമുക്കാണ് ഇഷ്ടം. ഒരു മീഡിയം സൈസായിരുന്നു. അപ്പോൾ മീഡിയം സൈസ് ജിമുക്കൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇവിടുന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഇത്രയും സാധനങ്ങളാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഡേ ഇത് ഞായറാഴ്ച പോയതാണ് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.